ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കുകളും ജോലിയും പിന്നെ എക്സാം തുടങ്ങുകയല്ലേ അതിൻ്റെ തിരക്കുകളും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് പിടിച്ച ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പയറും പപ്പടമാണ് കേട്ടോ. അപ്പോൾ സാധാരണ പയറുണ്ടാക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് കറിയായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. കാരണം ഈ പുട്ട് ഇറങ്ങിപ്പോണ്ടേ, അത് കാരണം കുറച്ച് കറിയായിട്ടായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. പയർ കറിയും പപ്പടവും പിന്നെ പുട്ടും പിന്നെ മുളക് വറുത്തതും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ മുളകും കൂടെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കി ജോലികളിലേക്ക് കിടക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വലിയ കാര്യത്തിൽ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയാണ് കേട്ടോ. സംഭവം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം കയ്യിൽ നിന്ന് പോയിട്ടാണ്. കാരണം മറന്നുപോയി ബാക്കി വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. കാരണം വെപ്രാളപ്പെട്ട് ജോലികളൊക്കെ തീർത്തിട്ട് നേരെ പിന്നെ എനിക്ക് മെറ്റീരിയൽസൊക്കെ എടുക്കാൻ പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബോധം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ മെറ്റീരിയലായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിനിടയിൽ വന്ന കാര്യം തന്നെ ചിലപ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. ചിലപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും വാങ്ങാനായിട്ട്. ചിലപ്പോൾ അതൊക്കെ മറന്നു പോകും. അവസാനം മെറ്റീരിയൽ തപ്പി ചിലപ്പോൾ ആ കറക്റ്റ് മെറ്റീരിയൽ കിട്ടിയിട്ടും ഉണ്ടാവില്ല. ഇതായിരിക്കും എൻ്റെ മിക്ക ദിവസത്തെയും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ ഒരു ദിവസമായില്ല കേട്ടോ. സംഭവം എഴുതി വെച്ച സാധനങ്ങൾ വാങ്ങിച്ചു, അത്യാവശ്യം മെറ്റീരിയലും കയ്യിൽ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്കിന്ന് തൊട്ട് സ്റ്റിച്ചിങ് തുടങ്ങണം. കാരണം നമ്മുടെ ഓണം കളക്ഷൻസ് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജിനുള്ളിൽ നമുക്ക് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ട് സംഭവം സ്വന്തമായിട്ടുള്ള ഡിസൈനൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ റെഫറൻസ് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ, അതായത് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ ഓർഡർ തരും. അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ മെറ്റീരിയൽസ് എടുക്കാറൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വൈകുന്നത്. അപ്പോൾ അതേ ജോലിയൊക്കെ തീർത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ചെയ്തേ അട്ടകുളങ്ങര രാമചന്ദ്രനിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സംഭവം എല്ലാം വാങ്ങിയില്ലെങ്കിലും ഈ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ആക്രാന്തം പിടിച്ച് ഓരോന്നോരോന്നായിട്ട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാ സംഭവങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. അത്യാവശ്യമുള്ള 1-2 സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ മിക്കവാറും വരുമ്പോൾ അങ്ങനെ തന്നെയാണ്, ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാവൂ എന്ന് കരുതിയാണ് വരുന്നത്. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങുന്നത് കുറച്ചാണെങ്കിലും നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് കറങ്ങിക്കണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യം ഈ ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ. റോക്ക് കോട്ടൻ്റെ നല്ല റെഡ് കളറാണ് എനിക്ക് ആവശ്യം. പക്ഷേ ഇത് കണ്ടോ, ശരിക്കും റെഡായിട്ടാണ് ക്യാമറയിൽ തോന്നുന്നത്, പക്ഷേ അത് റെഡല്ല, അത് ഓറഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്ന വേരിയേഷൻ കളേഴ്സൊക്കെ നോക്കി, അതൊക്കെ പല പല കളറാണ്, ഒന്നും റെഡല്ല. ചിലതൊക്കെ മെറൂണിഷാണ് കേട്ടോ, മെറൂണിഷ് റെഡൊക്കെയാണ്, പിന്നെ ഓറഞ്ച് കളേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ മെറ്റീരിയൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ശരിക്കും റെഡ് കളർ തന്നെ വേണം, പിന്നെ സമയമുണ്ട്, അവർക്കൊരു 15-ാം തീയതിക്കുള്ളിൽ മതി. ഞാനൊരു 4-5 തവണയായിട്ട് വരുമ്പോഴൊക്കെ നോക്കാം കേട്ടോ. ശരിക്കും ചില്ലി റെഡ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഇനി എന്തായാലും എവിടെന്നേലും ഈ ഒരു ഷോപ്പ് മാത്രമല്ല, വേറെ 1-2 ഷോപ്പിലും കൂടെ കയറിയാൽ മാത്രമേ ആ സംഭവം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത്യാവശ്യം എടുക്കേണ്ട മെറ്റീരിയൽസൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഉച്ചയൂണ് ഒന്നും കഴിച്ചില്ല കേട്ടോ. ശരിക്കും രാമചന്ദ്രൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ടുണ്ട്, അവിടെ നിന്ന് ലൈറ്റായിട്ട് ഞങ്ങൾ ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ന്യൂഡിൽസ് വാങ്ങി ഞാനും മോനും കൂടി കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ നേരെ വർക്കിലേക്ക് കടക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പേ ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രീ ആയിട്ട് പെട്ടെന്ന് വർക്കിലേക്ക് കടന്നു കേട്ടോ. കാരണം ഇനിയും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. സംഭവം നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ വാസുകി കമലം ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായി കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഓർഡർ തന്നിട്ടുള്ളൊരു 1.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് സ്റ്റാറ്റസ് ഇട്ടിരുന്ന പിക്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആൾക്കാരിങ്ങനെ ഓർഡർ തരുന്നത്. അപ്പോൾ ആ ഒരു പിക്ചർ ഞാനൊന്ന് സൂം ചെയ്തൊക്കെ നോക്കിയിട്ട് 1.5 വയസ്സിൻ്റെ അളവ്
മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് കേട്ടോ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ വേണം. അപ്പോൾ അതനുസരിച്ചുള്ള നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ വേറെ ഒരു 1.5 വയസ്സുകാരിയുടെ ഡ്രസ്സ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് കൂടെ എടുത്തിട്ടാണ് ഈ ഒരു നെക്ക് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി അളവൊക്കെ എടുത്ത് വരച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാദ്യം ഞാൻ മെറ്റീരിയലിൽ ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ട് ഇതിൻ്റെ സീം അലവൻസ് ഒക്കെ വിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആരി സ്റ്റാൻഡിലിട്ടിട്ട് ഇതിനൊന്ന് വർക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്കിൻ്റെ അടിഭാഗത്തുള്ള നൂല് പൊന്തിയിരിക്കുന്നതൊന്നും കാണത്തില്ല, ലൈനിങ് വന്നിട്ട് മറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അതിലേക്ക് വേണ്ടുന്ന അൽഗുലത്ത് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സംഭവങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ആ പിക്ചറിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കുകയാണ് എന്തൊക്കെ പരിപാടികളാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത്തിരി തിളക്കമുള്ള ആ ഒരു സീക്വൻസ് മാത്രം എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നു. അതൊന്ന് ഞാൻ രാവിലെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കുറേ ഒരു സ്റ്റോൺസും അതുപോലെ തന്നെ ഇതിൻ്റെ മുത്തുകളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ ഓണമല്ലേ, അപ്പോൾ ശരിക്കും പട്ടുപാവാട ആ ഒരു ലുക്ക് വരുമ്പോൾ ഗോൾഡൻ കളർ തന്നെയാണ് നല്ലത്. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള മുത്തുകളൊക്കെ എടുത്ത് വെച്ചു. അതിൽ തയ്ക്കേണ്ടുന്ന നൂലും സൂചിയും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റാൻഡിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞൻ ആരി സ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ചാലയ്ക്കുള്ളിൽ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഓൺലൈനിൽ ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില ബുട്ടീക്കുകളിലൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 399 രൂപയുടെ ഓഫർ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള കൊറിയർ ചാർജ് കൂടെ എക്സ്ട്രാ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എങ്ങനെയായാലും ഒരു 500 550 ആ ഒരു റേഞ്ചൊക്കെ ആകും. അപ്പോൾ വന്നിട്ടത് കംപ്ലൈൻ്റ് ആണെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങാണ്ട് മാറ്റി വെച്ചൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു അരി സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു ഇതെങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ. അവസാനം ഞാൻ കുറച്ച് നമ്മുടെ ബീഡ്സൊക്കെ വാങ്ങാൻ പോയ ആ ഒരു ഷോപ്പിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവരോട് ചോദിച്ചപ്പോൾ ഉണ്ട് തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 349 രൂപ 350 രൂപയ്ക്കാണ് ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നി. പിന്നെ കാണുന്ന പോലെയല്ല, ഇച്ചിരി കൂടെ വലുതാണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു നെക്കും സ്ലീവും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തിലാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ ഒരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി വീട്ടിൽ വന്നപ്പോഴായിരുന്നു ഇതിൻ്റെ ഒരു കാലിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറ്റാനൊന്നും നിന്നില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാറ്റാനും കൊണ്ടു കൊടുക്കാനും ഒന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലുകളൊക്കെ ലൂസായിരുന്നു. പിന്നെ അത് കറക്റ്റായിട്ടൊന്നും തറയിലിരിക്കുന്ന ആ ഒരു പൊസിഷനിലല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ മോനോട് പറയേണ്ട താമസം അവൻ വന്നത് പെട്ടെന്ന് സ്പാനറൊക്കെ ഇട്ട് റെഡിയാക്കി അടിപൊളിയാക്കി കൈ തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നേരം ഏതാണ്ട് സന്ധ്യയായി. സൂര്യൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് ഇത് അസ്തമിച്ച് പോവുകയാണ് കേട്ടോ. നല്ല വെയിൽ അടിക്കുന്നുണ്ട് മുഖത്ത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇരുന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ പണി തുടങ്ങി, അവൻ അവൻ്റെ പണിയും തുടങ്ങി. സംഭവം നാളെ എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. മെയിനായിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല, കാരണം 9ാം ക്ലാസ്സാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയത് കാരണം ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ, അതുപോലെ 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് ഇനിയിപ്പോൾ ഇവർ 10ാം ക്ലാസ് ആകുമ്പോഴാണ് പാടുപെടാൻ പോകുന്നത് കേട്ടോ. ശരിക്കും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻകാല ചോദ്യപേപ്പറുകളൊന്നും കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുറേ ചോദ്യപേപ്പറൊക്കെ ചെയ്യുമ്പോൾ അതൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സംഭവം ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ആകെ ഒറ്റ വഴിയേ ഉള്ളൂ ലേബർ ഇന്ത്യക്കുള്ളിൽ കുറച്ച് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് വായിച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ലേബർ ഇന്ത്യയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഓൺലൈൻ ക്ലാസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സാമിനർ സൈലം പോലുള്ള ഓൺലൈൻ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് തുടങ്ങി അതും കാണുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ ഓർമ്മയിൽ ഇരിക്കുമാവോ എനിക്കൊരു പിടുത്തമില്ല.
ആകെ ടെൻഷനാണ് എക്സാം എന്ന് പറയുമ്പോൾ. അവനല്ല, എനിക്ക്. അവന് യാതൊരു ടെൻഷനും ഇല്ല, അവൻ വെറുതെ ഇരിക്കാനാട്ടാ, എങ്ങനെയെങ്കിലും എഴുതി ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും മടിയാണ് പഠിക്കാനായിട്ട്, എന്നാലും ഉന്തിത്തള്ളി എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുകയാണ് ആൾ. എന്താണെന്നറിയോ, പഠിത്തത്തിൻ്റെ ടച്ചൊക്കെ കുറേയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വേണമല്ലോ. അപ്പോൾ ഓരോ ക്ലാസ് കൂടിക്കൂടി വരുമ്പോഴേക്കും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കാരണം നാളെ എക്സാമാണ്. അവസാന നിമിഷം ഈ ക്ലാസ് കണ്ട ഓർമ്മയില്ലെങ്കിലും നമുക്ക് കുറേ എഴുതാൻ പറ്റണമല്ലോ. അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമെന്നുള്ള പഴയ നമ്മൾ പഠിച്ചിരുന്നപ്പോഴുള്ള ടെക്നിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്ക് കാണുമ്പോൾ സിമ്പിളാണെങ്കിൽ അത്യാവശ്യം പാടുണ്ട് കേട്ടോ. കുറച്ച് സമയമെടുത്ത് ചെയ്ത് തീർക്കാനായിട്ട്. ഏതാണ്ട് ഒരു 12:30 1 മണിയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് തീർത്തപ്പോൾ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നില്ല കേട്ടോ, കുറേ നേരം വർക്കൊക്കെ ചെയ്തിരുന്നു. അതിനിടയ്ക്ക് അവനെയും പഠിപ്പിച്ച് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പുറത്ത് പോയേണ്ടതുണ്ടായിരുന്നു കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന പാല്, മാവ്, അതുപോലെ തന്നെ ഉള്ളി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ രാത്രി കഴിക്കാനുള്ള ഫുഡും കൂടെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നാളെ എക്സാം അല്ലേ, നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ആയിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് അൽഫാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വാങ്ങിയത് ഇത്തിരി കൂടിപ്പോയി കേട്ടോ, സംഭവം ബാക്കി വന്നു. എന്നാലും അത്യാവശ്യമൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പൊറോട്ട പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അപ്പവും അൽഫാമും ഒക്കെ കഴിച്ചിട്ട് രാത്രി ഫുള്ളും ഇരുന്ന് വർക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് തീർന്നപ്പോൾ ഏതാണ്ട് 1 മണിയൊക്കെ ആയി. പിന്നെ നാളെ വേണം ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ വാസുകി കമല നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ